ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാ കൂട്ടർക്കും ആൽവൽ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. പക്ഷേ ഞാൻ ഒരു വട്ടം ഡേ ഇൻ മൈ ലൈഫ് കുറച്ച് മുമ്പല്ലേ ഇട്ടേ, അതിൽ നിന്ന് നിങ്ങൾ വിചാരിക്കും അല്ല. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലല്ല, അപ്പച്ചൻ്റെ അമ്മച്ചിൻ്റെ വീട്ടിലാണ്. ഇവിടുത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഞാൻ സ്കൂളിൽ പോയിട്ടില്ല ഗൈസ്. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ് എന്ന് കാണിച്ചു തരാമോ. ഞാൻ കുറച്ച് കഴിഞ്ഞത് എണിച്ചിട്ട് കുറേ നേരം ഇതുവരെ പല്ല് കഴിച്ചിട്ടില്ല. കാരണം ഇവിടെ ഇരുന്ന പല്ല് കഴിക്കാൻ വേണ്ടിയാണ് കേസ്. പക്ഷേ ഞാൻ എന്തോ ഒരു കാര്യം, ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഒരു പുതിയ വീട് നമ്മൾ പണിയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വീടേ ഫുള്ള് കാണിച്ചു തരുള്ളൂ. ഇപ്പം പൈപ്പൊക്കെ വെള്ളം വരാനുള്ള പൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാ പണിയും വിചാരിക്കില്ല. പിന്നെ ഇൻവെർട്ടർ അതുപോലത്തെയൊക്കെ സാധനങ്ങൾ, കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കണ്ടു വീടിൻ്റെ പണി കഴിഞ്ഞു. സാറേ ഫ്രണ്ട് ഭാഗം കണ്ടു വെച്ചിട്ട് ഓക്കെ. എങ്കിലും പോയി പല്ല് കേൾക്കാം ഗൈസ്. ഇവിടെ പല്ല് കേൾക്കണ ഭാഗം ഞങ്ങൾ പല്ല് കേൾക്കണ സാധനം ഇത് നമ്മുടെ ഇവിടുത്തെ പട്ടിക്കുട്ടിയാണ്. പട്ടിക്കുച്ചി ലാക്കി ചക്കുരുവാണേ. ഓക്കെ, നമുക്ക് അവനെ നോക്കിയിട്ട് കാര്യമില്ല, ഇപ്പോഴും തീറ്റ വേണ്ട. ഞാൻ ഒരു കാര്യം പറയാറുണ്ട്, ഇവിടെയൊക്കെ ഇങ്ങനെ ഫുൾ ഓപ്പൺ ആയിട്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈനായിട്ട് ഓപ്പണായിരുന്നു. അടച്ചു ഇവിടെ ഒരു വാഷ്റൂം പണി ഇവിടെ ഒറ്റയ്ക്ക് ഉണ്ടാക്കി. അങ്ങനെയായിട്ട് പല്ല് കേൾക്കട്ടെ ഗൈസ്. എൻ്റെ ബ്രഷ് അഡ്ജസ്റ്റ് ചെയ്താണ് വെച്ചിരിക്കണേ. പല്ല് കേൾക്കാം. നമ്മൾ പല്ല് വെച്ചിട്ട് ഇന്നും വിറ്റാത്തിട്ട് അപ്പം ഞാൻ വേണമെങ്കിൽ പഴയ വീടിൻ്റെ ഹോം ടൂർ എല്ലാം കാണിച്ചു തരാം. നമുക്ക് അമ്മച്ചിക്കുട്ടീനെ കാണാം. ഗൈസ്, ഇതാണ് നമ്മുടെ അമ്മച്ചിക്കുട്ടി. ഇഡ്ഡലി കഴിക്കാം. അമ്മച്ചിയുടെ സ്പെഷ്യൽ ഇഡ്ഡലി ഗൈസ്. ഇതെങ്ങനെ പുറത്തെടുക്കണം? ഇത് തരാം. എനിക്ക് കയ്യെ മുടിയുണ്ടോ ഡി? നല്ല അടിപൊളി ഇഡ്ഡലിയൊക്കെ നോക്കാൻ തന്നെയാണ് ഗൈസ്. രണ്ട് നല്ല ഇഡ്ഡലി തരണം. കത്തിയും കൊണ്ടെടുക്കാം. നമ്മുടെ കിച്ചൺ പറയാതെ നമുക്ക് വെച്ചിട്ടുന്ന് നമുക്ക് എടുക്കാൻ ഗൈസ്. ആരും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട, ഫുള്ളെല്ലാം പോലെ കിടക്കണം ഗൈസ്. ഇവിടെ ക്ലീൻ ഒന്നും ചെയ്തിട്ടില്ല. കഷ്ടപ്പാടുണ്ട് എടുക്കാൻ, എന്നാലും എടുക്കാം. സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. മനസ്സിലാവേ, നിങ്ങളും വേണമെങ്കിൽ കഴിച്ച ഗൈസ് സോഫ്റ്റ് ഇഡ്ഡലി. നമുക്ക് അടുത്ത ഇഡ്ഡലി എടുക്കാം ഗൈസ്. മുരിങ്ങക്കായൻ്റെ കറിയാ ശരിയില്ല. വേണ്ട ഗൈസ്, ഞാൻ കറിയൊന്നും കൂട്ടാറില്ല. ഇത് വീടല്ലേ, കാടാണോ? അമ്മച്ചി അവിടെ ക്യാമറ കിട്ടാതെ. ക്യാമറ എന്നത്ര അങ്ങനെ വെക്കണം? അപ്പം മുഴുവൻ പണിയിലാണ്, പൈപ്പിടുന്ന പണിയിലാണ്. അതുകൊണ്ടാണ് ഈ ചിക്കൻ നിൽപ്പുണ്ട്. നമുക്ക് നമ്മുടെ പണിയാണ് നമുക്ക് ഞങ്ങളുടെ. ഓക്കെ, ഞാൻ മനസ്സാര കൂട്ടിയിരുന്നു. ഞാൻ അങ്ങനത്തെ സാധനമാണ് നമുക്ക് എടുക്കാം. ഓപ്പണൊക്കെ വെച്ച്
പിടിച്ച് സോപ്പനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ അമ്മച്ചിക്കുട്ടി സുന്ദരിപ്പെണ്ണ്. ഇതൊക്കെ മതി, 2 പ്ലേറ്റ് ഇതൊക്കെ മതി. നമുക്ക് പോകാം. ഇതാണ് ഈ പുതിയ ബാത്റൂം. വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ബാത്റൂം വേണമെന്ന് വെച്ചാൽ ഇത് മുഴുവനോടെ അങ്ങ് പൊളിക്കുകയാണത്. ഇത് ബാത്റൂം ഇവിടെ ഇങ്ങനെ പൊളിച്ചത്. അവിടെയാണ് ബാത്റൂമായിട്ടാണ്. ഇത് ബാത്റൂമിൻ്റെ സ്വിച്ചൊക്കെ അവിടെയാണ് ബാത്റൂമൊക്കെ ആയിട്ട് വരുന്നത്. കാരണം അതും പൊളിക്കും. അപ്പോൾ ഇവിടെ ബാത്റൂമൊന്നും വേണ്ടേ. അപ്പോൾ നമ്മൾ ബാത്റൂം കൊണ്ട് കാണിക്കണേ. കുറേ ചിലവായിട്ട് ഉണ്ട്. ഞാൻ പിന്നെ എന്താ അവിടെ കൊണ്ട് കാണിക്കണേ. ഓക്കെ, നമുക്ക് നമ്മുടെ ടി വി ഇടാം. ഇതാണ് നമ്മുടെ ടി വി. നമ്മുടെ വില്ലറ്റ് ടി വിയാണ്. വയലറ്റാന്ന് കുറേ വട്ടം അപ്പോൾ എൻ്റെ പപ്പയൊന്നും പറഞ്ഞു. വില്ലറ്റ് ടി വിയാണ് നമ്മുടെ വില്ലറ്റ് ടി വി. നമുക്കിങ്ങനെ കാണിക്കാം. എൻ്റെ ക്യാമറയൊക്കെ കാണുന്നു. ഞാൻ ഹായ് ഹലോ, ഹൗ ആർ യു? ഫൈൻ. ഓക്കെ, ഇനി നല്ല വിശപ്പ് വന്നിട്ടുണ്ട്. സമയം ഇപ്പോൾ 10 മണിയായി. ഇപ്പോൾ ഞാൻ കൊച്ചു ടി വി ബാലവീരിലൊക്കെയാണ് കാണുന്നത്. ഈ ഡോറാന്ന് പറയുന്ന സാധനം എനിക്ക് കണ്ണെടുത്താൽ കണ്ടു. പക്ഷേ വാട വന്ന് എൻ്റെ റിമോട്ട് എടുക്കാം. എനിക്ക് പോയി അവിടെ ഇരിക്കാം ഗൈസ്. ഞാൻ കഴിച്ചിട്ട് കുറേ നേരമായി. ഞാനിപ്പോൾ ഫ്രോസൺ എന്ന് പറഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത പണി. ഞാൻ സാധാരണ ഫോണാണ് ഈ സമയത്ത് നോക്കാറ്. കഴിച്ച് കഴിഞ്ഞാൽ ഫോൺ നോക്കും. ഞാൻ കണ്ടതാണ്. കുറേ വട്ടം കണ്ടത്. കുറേ നേരം കാണാൻ ഇഷ്ടമാണ്. ഞാൻ ഇവിടുത്തെ ഹോം ടൂറൊക്കെ ബ്ലാക്കിക്കുട്ടീനെ വിളിക്കുന്നുണ്ട്. ഞാൻ അവിടെ കാണിക്കാന്നല്ല, അവിടെ പണ്ട് തിന്നയായിരുന്നു. ഞാൻ കാണിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സിറ്റൗട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ മുഴുവൻ ആൻറ്റിയൊക്കെ അപ്പച്ചൻ വെണ്ടിക്ക് വേണ്ടിക്കാണ്. എനിക്കാണെങ്കിൽ ഇവിടെ ടീം പിടിച്ചുകൊണ്ട് വല്ല യുദ്ധത്തിന് പോകാൻ നോക്കരുത്. അപ്പൊക്കെ ഇവിടെ വീട് പണിയുടെ എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കേട്ടത് കയറുക. അവിടെ ടെറസിൽ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ മുകളിൽ കയറിയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് ഡേ ഇൻ മൈ ലൈഫിലൊന്നും ഉള്ളതല്ല കേട്ടോ. ഇത് ഇടയ്ക്കും ഇടയ്ക്കും നടക്കുന്ന കാര്യം. കയറിപ്പോവാം ഗൈസ്. അമ്മേ നല്ല കയറ്റാണ്. പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങി ഇടുന്നതുണ്ട്. കാറ്റാണ് ഗൈസ്. നല്ല കാടാണ്. അവിടെ ആ പശുവിൻ്റെ തൊഴുത്തിലിടാൻ ചപ്പൊക്കെ എടുത്തുകൊണ്ടിരുന്നു ഈ കാട്ടിൽ നിന്ന്. ഗൈസിൻ്റെ പഴയ കുടയുണ്ട്. അവിടെയൊക്കെ വരുവാണല്ലോ പണ്ടേ കുടയും കണ്ട്. മമ്മയുടെ ഡൗൺലോഡ് ചെയ്യട്ടെ ഗൈസ്. കണ്ടില്ലാട്ടെ, ഞാൻ ഫുള്ള് പാട്ട് വെച്ച്. കുട്ടിയാണെന്ന് പറയാം. പണ്ട് നമുക്കൊരു റൂമായിരുന്നു ഇപ്പോൾ അതൊരു സാധാ ഇതായി. അമ്മച്ചിയുടെ കാൽ ഫ്രാക്ചറായി. ഇപ്പോൾ അമ്മച്ചി നടന്നു വാക്കുകൾ. ഓക്കെ, ഇതാണ് ചട്ടിയുടെ ചെടി തൂക്കിയിടാനുള്ളതൊക്കെയാണ് കാണുന്നത്. ബാക്കി പിന്നെ അതിലേക്ക് നടക്കും. അവർ പിന്നെ അങ്ങനത്തെ ഇത് ചാർജി 2 വാഷ്റൂം വന്നിട്ടുണ്ട് ഇവിടെ. ഇവിടെ ഇത് വരുന്നുണ്ട്. പോയിട്ടുണ്ട്. വാതിൽ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, അവിടെ നിന്ന് പറയണ തൊഴുത്തിലെ പശുവെല്ലാം ചത്തുപോയി. ഒരു പശു ചത്തുപോയി. എല്ലാത്തിനും കൊടുത്തായിരുന്നു. കുഞ്ഞുണ്ടായിരുന്ന പശു ചത്തുപോയി. അപ്പോൾ തൊഴുത്തിപ്പോൾ ആശാരികളുടെ ഇപ്പം നമുക്ക് ഈ ഭാഗത്തല്ലേ
ഇതൊക്കെ ഉണ്ടാക്കാൻ നല്ല വിശാലമായി കിടക്കുന്നു. ഇതാണ് നമ്മുടെ ഇവിടെ. നേരത്തെ ഇതിപ്പോൾ ഇത് കടന്നത് അവിടെയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിച്ചു. ഇത് കാലൊക്കെ മുറിച്ചിട്ടില്ല, ഇതിൻ്റെ കട കയറില്ലായിരുന്നു. അങ്ങനെ ഇവിടെ എത്തിച്ചു. അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സോഫ ഇവിടെ തന്നെയായിരുന്നു, ഈ ചെയർ ഇവിടെ തന്നെ. ഈ സോഫ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ആയിരുന്നു മറ്റേ ടേബിൾ, ഡൈനിങ് ടേബിൾ. നമ്മളിവിടെ ആയിരുന്നു ഡൈനിങ് ഹാളൊക്കെ ഉണ്ട്. പുതിയ വാഷ്റൂം പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, അവിടെ അടച്ചിട്ട് ഇതൊക്കെ അടിച്ച് പണിയായിട്ടുള്ള പോകാം. ഞാൻ ഇന്ന് സിപ്പറ ഇങ്ങോട്ടാണ്, ഞാൻ ഇപ്പൊന്നും കാണിച്ചില്ലല്ലോ. ഇതാണ് അമ്മച്ചിയുടെ റൂം. ഇതാണ് നമ്മുടെ കുഞ്ഞു ലോക്കർ പെട്ടി. ഓക്കെ, അവിടെ വേറെ ഒന്നുമില്ല. ഈ സ്റ്റാറായിട്ട് തരുന്നു. നമുക്കത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇന്ന് മാത്രമേ പേര് എനിക്കറിയാവുള്ളൂ ഗൈസ്. ഇവിടെ നമുക്ക് പുറത്തോട്ട് പോകാം. പിന്നെ ഇങ്ങോട്ട് തന്നെ കാണിക്കുക ഗൈസ്. മുകളിലോട്ടുണ്ട്. ഇപ്പോൾ അവിടെയായിരുന്നു ഇങ്ങോട്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇതാണ് റൂം. നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം ഗൈസ്. ഇന്ന് നമ്മൾ അവിടെ സംസാരിച്ചു. ഞാൻ സംസാരിച്ചെല്ലാം കേട്ടെന്ന് എനിക്കറിയില്ല. ഇതാണ് അപ്പച്ചൻ്റെ റൂം. അപ്പച്ചൻ്റെ റൂമിലാണ് ഈ TV സ്റ്റാൻഡാണ് പണ്ടത്തെ. ഞങ്ങളെവിടെയായിരുന്നു കാണിച്ചു വെച്ചു. ഞാൻ ഇങ്ങോട്ട് അപ്പം എന്നെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയതാണ് ഗൈസൊക്കെ. ഇതാണ് അപ്പച്ചൻ്റെ ലോക്കർ തുറന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് മോളിൽ പോകാം ഗൈസ്. തുടച്ചിട്ട് പോകാം. ഇതിൻ്റെ അടിയത് അവിടെ ഒരു ടേബിളുണ്ട്, അത് ഇവിടെ ആയിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് അവിടെ ചാർജ് വെച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാനിവിടെ ഇപ്പം വെച്ചിരുന്നപ്പോൾ ചെയ്യുകയാണ്. 1 2 3 ഇവിടെ 4 ഉണ്ട്, 5 ഉണ്ട്, 6 7 ഞാൻ ഒട്ടിച്ചില്ല ഗൈസ്. 6 7 ഞാൻ ഒട്ടിച്ചിട്ട് ഇപ്പം ഇവിടെ നിറച്ചും പഴയ സാധനങ്ങളാണ്. ഇപ്പം എല്ലാം എടുത്ത് പുറത്തോട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ നിറച്ചും ഇവിടെ ഫുള്ള് ഈ കോർണറിൽ കൂടെ എല്ലാം പഴയ പഴയ സാധനങ്ങളായിരുന്നു. അപ്പം അതെല്ലാം എടുത്ത് മാറ്റി. ഇതാണ് ഇതിൻ്റെ പൊക്കത്തെ അവസ്ഥ. ഞാനിപ്പോൾ എന്തായാലും അവിടെ ലൈറ്റ് ഉണ്ട്. ഓക്കെ, താഴെ ഇറങ്ങാം. ഞാൻ അപ്പോഴത്തേക്കും ശരിയായി. എൻ്റെ അമ്മേ ശരി. ഇനി നമ്മൾ നേരെ പോകുന്നത് കിച്ചണിൽ. ഞാൻ എന്തായാലും ഇഡ്ഡലി എടുക്കാൻ നേരത്തെ നിങ്ങൾ കണ്ടത് വിചാരിക്കും. ഇത് ഇത്രയും നീളത്തിലുണ്ടായിരുന്നതാണ്. ഇത്രയും നീളത്തിൽ ഇവിടെ സിമെൻ്റൊക്കെ ഇട്ട് അടച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പിട്ട. കണ്ടപ്പോൾ തന്നെ ഇത് നമ്മുടെ ടാങ്ക് ഇവിടെ ഒന്നും അല്ലായിരുന്നു, എല്ലാം മാറി കിച്ചൺ. എൻ്റെ മണ്ടയിലൊരു സാധനം മനസ്സിലായി. നമുക്ക് ഹോം ടൂർ എല്ലാവരും കഴിഞ്ഞില്ലേ, ഒരുവിധം കഴിഞ്ഞു. ഈ സമയത്ത് ഞാൻ ഫോണാണ് കളിക്കാറ്, പക്ഷേ വീഡിയോ എടുക്കുന്നതാണ് ഞാനിപ്പോൾ കാണിച്ചോണ്ടില്ല. ഞാൻ ഇതുവരെ നിങ്ങളെ കാണിച്ചിട്ടില്ല. 1 വർഷമാകാറായി സ്റ്റാർട്ട് ചെയ്തിട്ട്. നമ്മുടെ ബ്ലാക്ക് കുട്ടൻ എന്തോ കാണിക്കാൻ അവനിങ്ങനെ തന്നെ തീറ്റയും കിടപ്പും മാത്രമേ ഉള്ളൂ. വേറൊരു പെട്ടി ഞാൻ ചത്തു വരുന്ന ലാപ്ടോപ്പ്. അവിടെ ഒരു ഷെഡ് കേട്ടോ, ഷെഡല്ല കേസ്, അത് അടുപ്പാണ്. അടുപ്പിൻ്റെ അവിടെ കുറേ പഴയ സാധനങ്ങൾ ഇരിപ്പുണ്ട്. 100 കൂട്ടം സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് തോട്ടത്തിലേക്ക് പോവാം. മരം കുറേ ഉണ്ട്. അങ്ങനെ കുറേയല്ല കാവ് കുറേ ഉണ്ട്, ഉണ്ടായിട്ടില്ല. അത് ചാടിപ്പോണു ചാടിച്ചിട്ട് ചാടിച്ചപ്പോൾ പോയിട്ട്
ഒരു കുഞ്ഞ് നിങ്ങൾക്ക് ക്യാമറയിൽ കുഞ്ഞിട്ട് നമ്മുടെ പാല് റബ്ബർ പാലൊക്കെ. ഇതൊന്ന് മറഞ്ഞു പോയതാണ് ഗൈസ്. ഒന്ന് വലിയൊരു കാറ്റ് വേണ്ടിട്ട് കപ്പച്ച് ഇങ്ങനെ വെച്ച് പിന്നെ മറിച്ചു ഗൈസ്. അമ്മച്ചിയുടെ കപ്പത്തൊട്ടൊക്കെ ആയിരുന്നു. കപ്പയെല്ലാം പറിച്ചു. ഇപ്പോൾ കപ്പ തിന്നാലും ഒരു സുഖം കാണില്ല. കപ്പ വേണം, ഈ മീൻ കറി വേണം. അപ്പം നമുക്കിപ്പോൾ നോയമ്പാണ്. ഇത് നമ്മൾ ചക്കൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ജനറേറ്റർ ഇട്ട് വെച്ചപ്പോൾ നോക്കാം. ഓക്കെ, ആണ് നമ്മുടെ പുളിമരം. പുളി മറ്റേ ടൈപ്പ് പുളി ഉണ്ടല്ലോ. ഇവിടെ കൂണൊക്കെ ഉണ്ടാവുമായിരുന്നു പണ്ട്. ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഈ കൂണൊക്കെ വന്നിട്ട് ഇങ്ങനെ പറിക്കാൻ ഇറങ്ങാറുണ്ട്. ചെയ്ത് കുറച്ചൊന്ന് കത്തിക്കാൻ ഇട്ടിച്ച് വെക്കണം. എനിക്ക് ബോക്സ് വേണം ഗൈസ്. കുറേ ബോക്സൊക്കെ ഈ ക്രാഫ്റ്റ് വർക്കുന്നത്. ഇത് വേറെ പുനാർപ്പുളി എന്ന് പറയും. പുനാർപ്പുളി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പഴുത്തിട്ടൊന്നുമില്ലേ നമുക്ക് തിന്നാൻ. അവിടെ റബ്ബർ തോട്ടാണെന്ന്. ഇത്ര 300ൻ്റെ അടുത്തെങ്ങാണ്ട് വരും ഗൈസ് ഈ റബ്ബർ മരം. ഓക്കെ, പപ്പ കുറേ നാളായിട്ട് പറയുവാണ് ഇവിടെ ഇതൊക്കെ ഒന്ന് കാണിച്ചിട്ട് കുറേ വ്യൂവേഴ്സൊക്കെ കിട്ടുമെന്ന്. ഞാനിപ്പോൾ ഇതിന് എന്നാ തംബ്നെയിൽ ഇടുമെന്നാണ് വിചാരിക്കുന്നത്. തംബ്നെയിൽ ഡേ മൈ ലൈഫ് വേണോ, അത് ഈ തോട്ടത്തിൽ കിടക്കാൻ നടക്കണ വേണോ, എന്തെങ്കിലുമൊക്കെ നമുക്കിടാം. 2 കിട കൂട്ടിയിട്ട് നമുക്കിടാം കേസ്. അപ്പം നിങ്ങൾ കുറേ പൂക്കളുണ്ട്. ഇതൊക്കെ കുറേ വെള്ളം ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ സമ്മറായ പിന്നെ ഇങ്ങനെ. ഇപ്പോൾ സമ്മറാണെങ്കിലും ഏത് സാധനമാണെങ്കിലും നല്ല തണുപ്പാണ് കേസ്. ഇവിടെ നിറച്ച മരങ്ങൾ. നമ്മൾ ചറയൊക്കെ കിട്ടിയിട്ട് നല്ല വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം ഇല്ലൊരു കൊണ്ടുപോയിക്കാം. ചറയെല്ലാം പൊട്ടിച്ചു. ഒരു മീൻ കൂടെ ഇല്ല കേസ്. നിറയെ മീനുണ്ടായിരുന്നു. കണ്ടോ, ഇതൊക്കെ നമ്മുടെ അടയ്ക്കാൻ മരത്തിൻ്റെ ഇതാണ്. തെങ്ങൊക്കെ നോക്കട്ടെ, നീ കാണാം. നല്ല വെയിലുണ്ട്. പാല് ഇവിടെ പാലിൻ്റെ ഇതുണ്ടാകും. അതെല്ലാം പോട്ട് പോളീസായി. നമുക്ക് പാലിൻ്റെ അത്യാവശ്യം പാലിപ്പോൾ ഇഷ്ടം പോലെ കിട്ടുന്നു. ഇതൊക്കെ ഉണ്ടോ ഇവിടെ. ഇതിലൊരു കഥയുണ്ട് ഗൈസ്. ആ പൊട്ടിക്കിടക്കുന്ന തെങ്ങുണ്ടല്ലോ, അതൊരു പാലായിരുന്നു. പാലല്ലായിരുന്നു, ഇത് മറിഞ്ഞും കണ്ടു വീണതാണ്. അതൊരു പാലായിരുന്നു. അമ്മച്ചിയും ശ്രാവി ചേച്ചിയുണ്ട്, പപ്പയുടെ ചേച്ചിയുടെ മോള് ശ്രാവി ചേച്ചിയുടെ ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് അത് പൊട്ടിച്ച് താഴെ കിടന്നു. അത് വാവൽ പോലെ ഇവർ പറന്ന്, അമ്മച്ചി വാവൽ പോലെ പറന്ന് തോട്ടിലേക്ക് വീഴുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ കുറേ ഒരു കഥയുണ്ട്. അതോ എന്നൊന്നും പറഞ്ഞാൽ കേൾക്കുമല്ലോ. ഓക്കെ, കേൾക്കില്ല, നല്ല ടി വിയിലായി. ഇഷ്ടക്കാരിയുടെ ഡ്രം മറിച്ചിട്ട് നമുക്കല്ല, നമ്മുടെ ഭാഗത്ത് നിന്ന് അത് കുളത്തിൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ട്. ഡ്രം. ഇവിടെ കുറച്ച് മീനുണ്ട്. കുറേ മീനെല്ലാം കുറച്ച് മീനുണ്ട്. പക്ഷെ ഇവിടെ ഇച്ചിരി വെള്ളമായിരിക്കും കണ്ടിട്ട് കേട്ടോ. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കേസ്. ഇവിടെ കുറേ അത് പോണു ഡ്രമ്മ്. ഇഷ്ടംപോലെ മീനുണ്ട്. നമുക്ക് നേരെ അമ്മച്ചിയുടെ കാൽ ഫ്രാക്ചർ പിന്നെ വലിയ അമ്മച്ചി തോട്ടത്തിലൊക്കെ ഇറങ്ങി നടന്നത്. പശുവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പുല്ലിന്. ഇതാണ് ഈ വിശാലമായി കിടക്കുന്നത്. നമുക്ക് ഒച്ചയില്ലാതെ ഇട്ട് ഇനി ജനറേറ്റർ ഓഫാക്കി കഴിഞ്ഞാലേ ഒന്നും കേൾക്കൂല. ആ ജനറേറ്ററിൻ്റെ ഒച്ച മാത്രം ഇട്ടിട്ട് നിങ്ങൾ ബാക്കിയുള്ളതെല്ലാം കേൾക്കും. കിളികളുടെ സൗണ്ട് മാത്രമേ കേൾക്കാനുള്ളൂ. ഓക്കെ, ഒരു ചെറിയ പാലമുണ്ട് കേസ്. ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ പാലങ്ങളൊക്കെ. നമുക്ക് ഇതിലെ കയറി പോകണോ അത് അതിലെ തന്നെ പോകണം. ഇതിലെ കയറി പോകാം കേസ്. ഇവിടെ ഒരു കുഞ്ഞു പാലമുണ്ട് കേസ്.
അത് അത്യാവശ്യം എനിക്ക് മഴക്കാലത്ത് ആ പാലത്തിലൊക്കെ പണ്ട് പോകാൻ ഭയങ്കര പേടി. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ വലുതായി. പിന്നെ പണ്ട് ഞാൻ കുഞ്ഞു വന്നപ്പോൾ 6-5 വയസ്സൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അങ്ങോട്ട് പോകാൻ. അവരൊക്കെ ടേസ്റ്റ് അങ്ങനെ പോകാനേ പേടിയായിരുന്നു. ഇപ്പോൾ വലുതായ പിന്നെ ഭയങ്കര പേടിയായി. ഇതേപോലത്തെ പാലല്ലായിരുന്നു കേട്ടോ പണ്ട്. ഇപ്പോൾ അടയ്ക്കാമരൊക്കെ വെച്ചതിൽ സൂപ്പറാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ പാലല്ലായിരുന്നു. എൻ്റെ താഴെ തീർണം കാണാം. കാണിച്ചു തരാം. ഇതേ ഒരു പാലം. ഈ ഒരു പാലത്തിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അവിടെ ഇതേപോലെയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ആണിയൊക്കെ അടിച്ച് ഇത് പടികളൊക്കെ പോലെ വെച്ചിട്ടുണ്ട്. എൻ്റെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ചാടിയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചാടണമൊക്കെ ഉണ്ടത് പേടിയാണ്. ഇവിടെ എങ്ങാണ്ട് അവിടെയൊക്കെ വെള്ളാരങ്കല്ലാണ് പോവാം. വേറെ ആരൊക്കെ അടുത്തോട്ട് നടക്കേണ്ട കണക്ക് എനിക്കറിയില്ല ഗൈസ്. നമുക്കിനി മുഴുവനെ എണ്ണണം, അത്രേ ഉള്ളൂ. അതെ ഞാൻ നടന്നൊന്നും മിണ്ടാത്തല്ല. രസമല്ലേ ഇപ്പം നമുക്കിവിടെ കാണാൻ. മിണ്ടിക്കഴിഞ്ഞാൽ എൻ്റെ രസമൊക്കെ ഉണ്ട്. ഇതേപോലെ ഒന്നും പാലം ഇല്ലായിരുന്നു. എല്ലാം മരത്തിൻ്റെ പാലായിരുന്നേ. എല്ലാം കോൺക്രീറ്റും അതും ഇതൊക്കെ. ഇവിടെ നല്ല തെന്നലുള്ള പാലാണ്. മഴക്കാലമൊക്കെ നല്ല തെന്നല ഈ പാലത്തിനൊക്കെ. നല്ല രസമാണ് ഇവിടെ തോടും കാടും ഒക്കെ ആയിട്ട്. ഇപ്പോൾ എന്തായാലും ഇവിടുത്തെ ഹോം ടൂറൊക്കെ കണ്ടില്ലേ. പിന്നെ ഒന്ന് വീട്ടിൽ കയറിയിട്ട് കിടക്കണം. എന്നാ സുഖമാണെന്നറിയാമോ. കണ്ട കാലണ്ടറൈസ് ഇങ്ങനെ മണ്ടയിലേക്ക് നോക്കി കിടക്കാനായിട്ട് സുഖം. ഇനി നമ്മൾ എന്തെങ്കിലും തപ്പലാണ് നമ്മുടെ പണി. മെയിൻ ഹോബി അതാണ്. കൂടുതൽ തപ്പിട്ടുണ്ട് എന്താ നോക്കാൻ എന്തെങ്കിലും അത്ര കൂടിയ പെട്ടിയാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഫ്രിഡ്ജ് എന്തെങ്കിലുമൊക്കെ തുറന്നു നോക്കി എനിക്ക് സാധനം നോക്കാം. 3 ചോക്ലേറ്റ്. ഓക്കെ, എനിക്കിത് ഇന്ന് തിന്നാം. ഇപ്പോഴാണ് മെസ്സേജ് അയച്ചു കഴിഞ്ഞത്. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ പിന്നെ ചെന്നില്ലായിരുന്നു. എന്നിട്ട് പിന്നെയും വീട്ടിൽ കയറിയിട്ട് അയച്ചു. നമുക്കൊരു മാജിക് കാണിച്ചു തരാം. മാഗ്നറ്റ് വെച്ചിട്ടാണ്. അങ്ങനെ ഇതെന്ത് ഇവയാണ് കാണിച്ചു തരാമോ. ബായ് അല്ല കേട്ടോ, ഞാനിപ്പോൾ എന്തായാലും മാജിക്കിന് ബായ് ഇറങ്ങാം. വേറെ എന്തെങ്കിലും ഓജുകൂടി വിളിച്ചാൽ നമുക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ ഓറഞ്ചും മുന്തിരിങ്ങയും ജാമ്പഞ്ഞ ഒക്കെ ഉണ്ടായതാണ് മേടിച്ചുകൊണ്ട് വന്നിട്ടോ. ഓറഞ്ച് ഉണ്ട്, നല്ല മധുരമുള്ള ഓറഞ്ചാണ്. നമ്മൾ ഡ്രസ്സ് കാണാൻ പറ്റും. നമുക്ക് പണി എന്തോരം എന്ന് നോക്കാം. മുകളിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. പുറത്തോടൊക്കെ വേണമെങ്കിൽ കാണിക്കാമല്ലോ. പുറത്തോടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പുറത്തോടെ ഞാൻ കാണിക്കില്ല. ഞാൻ ഇത്ര നേരം ഫോൺ കളിക്കായിരുന്നു. ഇപ്പം 4 മണി സമയം. ഞാൻ അതിൻ്റെ അടിയിൽ സാധനം എടുത്ത് നോക്കിയത്
അടി കിടന്നാട്ട് ബെഞ്ചിൽ. അതാണിത്. ഇവിടെ കണ്ണെന്ന് പറഞ്ഞില്ല അത്. ഞാൻ ഈ ഓജാ ബോർഡ് ഉണ്ടാക്കിയത്. അത്ര പേടിപ്പെടുത്തുന്ന ഓജാ ബോർഡൊന്നുമല്ല. മര്യാദ കാണാൻ നിങ്ങളുടെ ഞാൻ ഒരു കാർഡ്ബോർഡിൽ ജസ്റ്റ് ഒന്ന് ഓജാ ബോർഡ് കാർഡ്ബോർഡ് ബോർഡല്ല സ്കെയറി കാർഡ്ബോർഡ് നോക്കാം. കണ്ടോ ഞാൻ ഒരു കാര്യം വെച്ചത്. ഒക്കെ പോകണുണ്ട് പോലെ. ചാർജ് ഞാൻ പോയി ചാർജ് നോക്കട്ടെ. ഇതിലൊക്കെ തിന്നാൻ തോന്നിയപ്പോൾ അമ്മ ചെറിയ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി തന്നെ ഇത് കുറേ ഉണ്ടോന്ന് വന്നപ്പോൾ കുടുംബക്കാരൻ തിന്ന് കൊടുത്തു. ക്രിസ്പിയാണ് സാധനം. കേൾപ്പിച്ചിടാം. ഒട്ടും ക്രിസ്പി ആവരുത് ഗൈസ്. ഒരെണ്ണം നമുക്ക് എണ്ണ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് കൊച്ചുകൂടെ എന്നെ വേണ്ടിയെടുത്ത് വാർത്താന്ന് വേണ്ട. ഇത് മാത്രം ഇച്ചിരി നമുക്കൊന്ന് കഴിക്കാം. എന്നിട്ടേ ഇന്നലെ ശരി ഇങ്ങനെ നല്ല ഞാൻ ഫുൾ ടൈം പോകുന്നതൊക്കെ തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഇതേപോലത്തെ ഒന്നും സാധനം അല്ലെങ്കിലും വേറെ എന്തെങ്കിലുമായിരിക്കും ഞാൻ തിന്നണമെന്ന് മാത്രം. ഒരെണ്ണം കൂടെ കേൾപ്പിച്ചേരാം. അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയാൽ എനിക്കൊരു മനസ്സമാധാനമുണ്ട്. ചെറിയതായിട്ടൊന്ന് ഉപ്പ് കൂടിപ്പോയിട്ടുണ്ട്. അതും സാരില്ല. ചേട്ടാ ഇന്ന് സെക്കൻഡ് ഡേ ആയിരിക്കണം. എനിക്ക് ഇന്നലെ എടുക്കാൻ പറ്റില്ല. ഇന്ന് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ എടുത്തില്ല. അപ്പം ഇന്ന് സൺഡേ ആണ്. സൺഡേ എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ചെയ്തത്, ഇന്നലെ ഞാൻ അവിടെ കിടക്ക പണിയായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഫോൺ കളിക്കും. എന്നിട്ട് കഴിച്ചിട്ട് കടന്നുറങ്ങുകയാണ് ചെയ്യാറ്. അത് പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ഉണ്ടാവില്ല. ഇന്നലെ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയായിരുന്നു. ഇന്ന് ബണ്ണുണ്ട്. അപ്പോൾ ബണ്ണ് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം വിചാരിച്ചാണ് ഞാൻ. ഇതിൽ നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. എനിക്കിപ്പോഴാണ് എടുക്കാൻ പറ്റിയത്, കൺക്ലൂഷൻ പറയാൻ പറ്റിയത്. അപ്പം ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുമെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കണേ, മറക്കരുത്. അപ്പം അന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം എല്ലാ കൂട്ടർക്കും ബൈ ബൈ.